ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഉമ്മ. ഇന്ന് നമുക്ക് തക്കാളി വെച്ചിട്ടൊരു പുളിങ്കറി. തക്കാളി പുളിയുണ്ട്. അപ്പോൾ തക്കാളിയുടെ പുളി മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ വാളംപുളിയും കൂടി എടുക്കുന്നുണ്ട്. ഇത് വെച്ച് പുളിങ്കറി ഉണ്ടാക്കുന്നതാണ്. നമുക്കതിന് ആദ്യം ഒന്ന് കടുകൊന്ന് താളിക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നമുക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് താളിക്കാൻ എടുക്കാം. നമുക്കിതിലേക്ക് ജീരകം, കടുക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളകും തക്കാളി ജസ്റ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ തക്കാളിയിൽ പിടിക്കേണ്ടുന്ന ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് നമ്മൾ തക്കാളി ഒന്ന് അടച്ച് വെക്കണം. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ കൂടി അരച്ചെടുക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇടാം. നല്ലതായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുക്കണം. കറിവേപ്പില ഞാൻ ഇപ്പം അരയ്ക്കുന്നില്ല. എല്ലാം അരച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫൈനലി നമ്മൾ അരച്ചതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പുളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1.25 ടീസ്പൂണോളം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഉലുവാപ്പൊടി ഒരു പിഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കൂടി നമുക്ക് വെള്ളം ചേർത്ത് നല്ല മഷിയായിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഈ ഒരു വേവ് മതി നമ്മുടെ തക്കാളിക്ക്. അപ്പോൾ തക്കാളി ആണെങ്കിലും ജസ്റ്റ് ചിലതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് എങ്കിലും അത്ര ഇപ്പം വളരെ പേസ്റ്റായിട്ട് അരച്ചില്ലെങ്കിലും ഈ ഒരു പരുവത്തിനെങ്കിലും അരച്ചെടുക്കുക. ഇത് നമുക്കിട്ട് കുറച്ച് ഈ വെള്ളവും കൂടെ ചേർത്തൊന്ന് ലൂസാക്കിയെടുക്കാം. തേങ്ങയെല്ലാം ഞാൻ ആ ഒരു മിക്സിയുടെ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തൊന്ന് കഴുകിയിട്ട് ആ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ വെള്ളമൊന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ അരച്ചതും ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ ആ മിക്സിയുടെ അതിനകത്തുണ്ടായിരുന്ന തേങ്ങയുടെ മയവും കൂടെ ഞാൻ യോജിപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ആ തക്കാളിയിൽ ഇട്ട ഉപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. നമുക്കിനി ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നീട് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ കടുക് ഒന്ന് വറുത്തു. അത് കടുക് വറുത്തിട്ട് നമ്മൾ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവയൊന്നിട്ടു. ജസ്റ്റ് അതൊന്ന് മൂത്തപ്പോഴത്തേക്കിനും തക്കാളി, പച്ചമുളകും കൂടി ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കുക. തേങ്ങ അരച്ച് ചേർക്കുക. തേങ്ങയുടെ അരപ്പിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി ഇത്രയും കൂടെ ചേർത്ത് അരച്ചിട്ട് ലാസ്റ്റിൽ 2 കറിവേപ്പില കൂടി ഞാൻ ഒന്ന് അരച്ചെടുത്തു. അതുകൂടി ചേർത്ത് ഒന്ന് അരച്ചത് പേസ്റ്റ് ആ 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഈ കൂട്ടിലേക്ക് ചേർത്തു. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിളപ്പ് വന്ന് തുടങ്ങിയ സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ തക്കാളി പുളിങ്കറി ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്ക് അറിയാം എങ്കിൽ പോലും അറിയാത്തവർക്ക് കൂടി ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് ഉപയോഗിക്കാൻ. അവർക്കും കൂടി ടേസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി
ട്രൈ ചെയ്യാവുന്നതാണ്. ചോറിൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോറിനൊപ്പം മാത്രമല്ല ബാക്കി നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടുള്ള ദോശ, ഇഡലിയൊക്കെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുളിങ്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.